കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മണിപ്പുട്ടാണ്. നമ്മുടെ സാധാരണ പുട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ, നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മണിപ്പുട്ടാണ്. നന്നായി വറുത്തെടുത്ത അരിപ്പൊടി കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് പൊടി, അരിപ്പൊടിയാണ്. നന്നായി വറുത്തെടുത്ത പൊടിയാണ്. അത് ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും. ഇനി 1 കപ്പ് തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്, 4 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏലക്ക പൊടിച്ചത്. ഇത്രയും ചേരുവയാണ് നമുക്ക് മണിപ്പുട്ടുണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യണതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാകത്തിന് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയാണ്. നന്നായി തിളച്ച ചൂടോടെ തന്നെ വേണം വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. വെള്ളത്തിൽ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇപ്പം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് കുഴയ്ക്കണ പോലെ ഈ പാകത്തിന് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇത് ചെറിയ ബോളുകളാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് അരിപ്പൊടി ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ട്. ബോളുകൾ നമുക്ക് ഇതിലേക്ക് ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പൊടി ഇങ്ങനെ വിതറിയേക്കണത്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് പൊടി ഇങ്ങനെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി കുറച്ച് പൊടിയെടുത്ത് കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയിട്ട് ഈ പൊടിയിലേക്ക് ഇടണം, പാത്രത്തിലെ പൊടിയിലേക്ക് ഇടണം. ഞാനിപ്പോൾ അരിപ്പൊടി കുഴച്ചത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഒന്നും മുട്ടിയിട്ടില്ല. അത് അരിപ്പൊടിയിൽ ഇടുന്ന കാരണം കൊണ്ട് തന്നെ ഒന്നും തൊടാതെ കിട്ടും. കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തൊട്ടിട്ടില്ല. ഇതുപോലെ എടുക്കണം. ഒരു ചെറിയ ചെറിയ മണികളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിങ്ങനെ ചെറിയ ബോളുകളാക്കാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. കുറച്ച് നേരം എടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത്രയും ബോളുകളാക്കി കിട്ടി. കണ്ട, ഇനി ഞാൻ ഈ പൊടി ഉരുട്ടാനെടുത്ത പൊടിയിൽ നിന്ന് തന്നെ ഞാൻ അതിന് ഒരു ചെറിയ ബോളിൻ്റെ അത്രയും വലുപ്പത്തിൽ വേറെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ആവശ്യമുണ്ട്, ഞാൻ പറയാതെ. ഇനി നമുക്ക് ഈ ചെറിയ ബോളുകൾ ഇഡലി പാത്രത്തിലിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മണിപ്പുട്ടിൻ്റെ മണികളൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തട്ടിൽ വെച്ച് അതിലേക്ക് നമുക്ക് മണികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ആവിയിലൊന്ന് ഈ മണികളൊന്ന് വേവിച്ചെടുക്കാം. മണിപ്പുട്ടിൻ്റെ മണികളൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനാവശ്യമായ തേങ്ങാപ്പാൽ കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ടായി. അത് നന്നായി അരച്ചെടുത്ത് ഇതുപോലെ 3 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 കപ്പോളം പാലുണ്ട്. ഞാൻ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മധുരം ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി നമുക്ക് നേരത്തെ ഞാൻ കുഴച്ച് വെച്ച പൊടിയിൽ നിന്ന് ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിൽ മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഒരു ബൗളിലേക്ക് ഇട്ട് ഇതിൽ നിന്ന് കുറച്ച് പാലും കൂടി ഇതിലൊഴിച്ച് ഇതിനെ നന്നായി ഒന്ന് കലക്കി ഈ തേങ്ങാപ്പാലിലേക്ക് ചേർക്കണം. ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഞാൻ ആ അരിപ്പൊടി നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഇങ്ങനെ കലക്കിയെടുക്കണം.
ഇത് നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എന്നാൽ അത് നമുക്ക് തേങ്ങാപ്പാൽ കുറുക്കുമ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയാണത്. ഇനി ഒരു നുള്ളു ഉപ്പും ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് കാച്ചിയെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളായിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ മണികൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫാക്കി ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ തേങ്ങാപ്പാൽ കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാല് നേരത്തെ മിക്സാക്കി വെച്ചിരുന്നല്ലോ, അത് ഞാനിപ്പോൾ സ്റ്റൗമ്മക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളായിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അതിൽ ചേർത്തിരിക്കുന്ന അരിപ്പൊടി കലക്കിയതും കൂടി നന്നായി വെന്ത് വരണ വരെ നമുക്കിതൊന്ന് കുറുകിയെടുക്കണമായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മണികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വേവിക്കാം. ഇതിൽ തന്നെ കിടന്നും കൊണ്ട് തന്നെ വേവട്ടെ. നമ്മുടെ മണിപ്പുട്ടിൻ്റെ ഈ ചെറിയ ബോളുകളൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ പാകത്തിന് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ ഇതുമേ എല്ലാ മണികളുമേ നല്ല മധുരവും ഏലക്കായുടെ മണം ഒക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം നമുക്ക് ഈ തേങ്ങാപ്പാലിൽ ഇട്ട് വേവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മണിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സാധാരണ പുട്ടിനേക്കാളും വളരെ ടേസ്റ്റാണിത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പഞ്ചസാരയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിരിക്കണ കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അതേപോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.